Okay, so let's continue our class. Natya Shastra also elucidates the different types of plays. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിന്റെ അടുത്ത പോർഷൻ ആണ് പഠിക്കുന്നത്. നാട്യശാസ്ത്ര സാൻസ്ക്രിറ്റ് ഡ്രാമയെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. സാൻസ്ക്രിറ്റ് ഡ്രാമ, അപ്പൊ അതിന്റെ കുറെ ഭാഗങ്ങൾ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു. അതിനുശേഷമുള്ള അടുത്ത സെഷൻ ആണിത്. ഓക്കെ, അപ്പൊ ആ രണ്ട് ക്ലാസ്സും കൂടെ ആകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് സാൻസ്ക്രിറ്റ് ഡ്രാമ ഒറ്റ എസ്സേ ആയിട്ട് നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. നാട്യശാസ്ത്ര ഓൾസോ എലൂസിഡേറ്റ്സ് ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്ലേസ്. അപ്പൊ നാട്യശാസ്ത്ര, അപ്പോ ഭരതമുനിയുടെ നാട്യശാസ്ത്രയിലെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഭരതമുനിയുടെ നാട്യശാസ്ത്ര ഓൾസോ എലൂസിഡേറ്റ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ വേർഡ് എലൂസിഡേറ്റ്? Elucidate means to make something clear or to explain in detail. To make something clear or to explain in detail. അപ്പൊ elucidate എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാര്യം വ്യക്തമാക്കി പറയുക. ഉദാഹരണമായിട്ട് എന്താണ്? The teacher elucidated the difficult poem by giving some examples. ടീച്ചർ ബുദ്ധിമുട്ടുള്ളതായ ആ കവിത കുറച്ച് ഉദാഹരണങ്ങൾ നൽകി അതിനെ ലളിതമാക്കി പറഞ്ഞു കൊടുത്തു. അപ്പൊ നാട്യശാസ്ത്ര ഓൾസോ എലൂസിഡേറ്റ്സ് ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്ലേസ്. വ്യത്യസ്തങ്ങളായ നാടകങ്ങളെ കുറിച്ച് നാട്യശാസ്ത്ര വിശദമാക്കി പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? ദ മേജർ ടൈപ്പ്, പ്രധാനമായിട്ടുള്ളത് ഏതാണ്? രൂപക. പ്രധാനമായിട്ടുള്ള മേജർ ടൈപ്പ് രൂപക. നിങ്ങൾ എക്സാമിന് ഒക്കെ ഇത് പഠിച്ചു വെക്കുക. ദ മേജർ ടൈപ്പ് രൂപക ഓർ ദ മൈനർ ടൈപ്പ് ഉപരൂപക. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ, നമ്മുടെ പേപ്പർ തന്നെ. അപ്പൊ ഇതിനകത്തൊക്കെ നിങ്ങൾക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ ഇന്ത്യൻ നെയിംസ് ആണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഓർത്തു വയ്ക്കാൻ എളുപ്പമായിരിക്കും. ഇപ്പൊ ബാക്കി നിങ്ങൾ ഇനി ബ്രിട്ടീഷ് പോയട്രിയോ വെസ്റ്റേൺ ലിറ്ററേച്ചറോ ഒക്കെ പഠിക്കുന്ന സമയത്ത് വെസ്റ്റേൺ നെയിംസ് ഒക്കെ വരുമ്പോൾ പഠിക്കാനും ഓർത്തു വയ്ക്കാനും ഒക്കെ നിങ്ങൾക്ക് അത്ര എന്തായിരിക്കത്തില്ല, സുപരിചിതമായിരിക്കത്തില്ല. പക്ഷെ ഈ ഇന്ത്യൻ നെയിംസ് ഒക്കെ ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചറിനകത്തൊക്കെ ഒത്തിരി കാര്യങ്ങൾ എന്താണ്, ഒത്തിരി പേരുകൾ വരുന്നത് ഇന്ത്യൻ പേരുകളാണ്. അതുപോലെ തന്നെ ഒരുപാട് നെയിംസ് നിങ്ങളുടെ വീട്ടിനടുത്തുള്ളവരോ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുമായിട്ട് സാമ്യം കാണാം. അപ്പൊ അതൊക്കെ വെച്ച് ഓർത്തു വയ്ക്കുക. അപ്പൊ അത് മേജർ ടൈപ്പ്. ഇപ്പൊ നാട്യശാസ്ത്ര വേറെയും നാടകങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. മേജർ ടൈപ്പ്, അതിൽ പ്രധാനപ്പെട്ട ടൈപ്പ് ഏതാണ്? രൂപക. മൈനർ ടൈപ്പ് ഉപരൂപക. രൂപക, ഉപരൂപക. രൂപക consists of 10 varieties, out of which the Nataka are plays based on myths and heroic tales. എന്താണ്? രൂപക consists of 10 varieties. രൂപകയില് 10 വിഭാഗങ്ങളുണ്ട്. രൂപക consists of 10 varieties. രൂപകയില് 10 വിഭാഗങ്ങളുണ്ട്. ഔട്ട് ഓഫ് വിച്ച്, അതില് നാടക എന്ന് പറയുന്നത് ഒന്നാണ് പ്ലേസ് ബേസ്ഡ് ഓൺ മിത്സ് ആൻഡ് ഹീറോയിക് ടേൽസ്. അപ്പം ഈ നാടകക്കകത്ത് വരുന്നത് എന്തോന്നാണ്? ഇപ്പൊ രൂപകയ്ക്കകത്ത് എത്ര? 10 എന്നാണ് വ്യത്യസ്തങ്ങളായ ഘടകങ്ങളുണ്ട്. അതിനകത്ത് വരുന്നതാണ് എന്തോന്ന്? നാടക. അപ്പൊ ആ നാടകയില് എന്താണ് വരുന്നത്? മിത്സും ഹീറോയിക് ടേൽസും ആണ് വരുന്നത്. മിത്ത് എന്ന് പറയുമ്പോൾ പുരാണ കഥകളും, ഹീറോയിക് ടേൽസ് എന്ന് പറഞ്ഞാല് എന്താണ്? ഒരു ഹീറോയുടെ കഥയും, ഒരു ഹീറോയെ സംബന്ധിച്ചുള്ളതായ കഥ. അപ്പൊ അതാണ് എന്തിൽ വരുന്നത്? നാടകക്കകത്ത് വരുന്നത്. ഈ നാടക ഇതിനകത്താണ് വരുന്നത്? രൂപക. അപ്പൊ നാട്യശാസ്ത്ര വ്യത്യസ്തങ്ങളായ നാടകങ്ങളെ പിന്നെയും വിശദീകരിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് രൂപകയും ഉപരൂപകയും. രൂപകയ്ക്കകത്ത് 10 വ്യത്യസ്തങ്ങളായ തരങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതിനകത്തൊന്നാണ് നാടക. നാടകയ്ക്കകത്ത് വരുന്നതാണ് മിത്തും ഹീറോയിക് ടേൽസും. ആൻഡ് ദ പ്രകാരണ. പിന്നെ എന്താണ് വരുന്നത്? പ്രകാരണ. പ്രകാരണ എന്തോന്നും? ആർ പ്ലേസ് ബേസ്ഡ് ഓൺ ഫിക്ടീഷ്യസ് സ്റ്റോറീസ്. അതെങ്ങനെയാണ്? ആർ പ്ലേസ്, അവ കഥകളാണ്. ബേസ്ഡ് ഓൺ എന്തിനെ ബേസ് ചെയ്തുള്ളതാണ്? ഫിക്ടീഷ്യസ് സ്റ്റോറീസ്. ഫിക്ടീഷ്യസ് എന്ന് വെച്ചാൽ സാങ്കല്പിക. അപ്പൊ സാങ്കല്പിക കഥകളുമായി ബന്ധപ്പെട്ടുള്ളതായ കഥകളാണ് ഇതിൽ വരുന്നത്? പ്രകാരണയിൽ വരുന്നത്. എന്താണ്? ഓക്കെ, പ്രകാരണയിൽ എന്താണ്? പ്ലേസ് ബേസ്ഡ് ഓൺ ഫിക്ടീഷ്യസ് സ്റ്റോറീസ്. പ്രകാരണയില് സാങ്കല്പിക കഥകളെ ആസ്പദമാക്കിയുള്ള നാടകങ്ങളാണ് പ്രകാരണയ്ക്കകത്ത് വരുന്നത്. ആൻഡ് വെർ ലെസ് ഇമ്പോർട്ടന്റ് ക്യാരക്ടേഴ്സ് ആർ ഡോമിനന്റ്. പ്രാധാന്യം കുറഞ്ഞതായ കഥാപാത്രങ്ങളായിരിക്കും അതിലെ ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്നത്, അതില് പ്രാധാന്യം അർഹിക്കുന്ന രീതിയിൽ നിൽക്കുന്നത്. Sanskrit dramas idealized plot structure
consists of 5 transitions that led to a final culmination of the events depicted. എന്താണ് സാൻസ്ക്രിറ്റ് ഡ്രാമ ഐഡിയലൈസ്ഡ് പ്ലോട്ട് സ്ട്രക്ചർ. സാൻസ്ക്രിറ്റ് ഡ്രാമയ്ക്ക് അകത്തുള്ളതായ പ്ലോട്ട് സ്ട്രക്ചർ എങ്ങനെയാണ്? 5 ട്രാൻസിഷൻസ്, 5 ട്രാൻസിഷൻസ് നമുക്ക് കാണാനായിട്ട് കഴിയും. അതെങ്ങനെയാണ്? അത് ഒരുമിച്ച് that led to a final culmination of the events depicted. അതിൽ പറഞ്ഞിരിക്കുന്നതായ സംഭവങ്ങളുടെ ഫൈനൽ കൾമിനേഷൻ, ഒരുമിച്ചുള്ളതായ ഒരു കൂടിച്ചേരലും നമുക്ക് കാണാനായിട്ട് കഴിയും. ഞാനത് കുറച്ചുകൂടെ എളുപ്പമുള്ള മറ്റൊരു നോട്ട് നിങ്ങൾക്ക് പറയാം, അപ്പോൾ നിങ്ങൾക്ക് അത് ഓർത്ത് വയ്ക്കാൻ എളുപ്പമായിരിക്കും. സാൻസ്ക്രിറ്റ് ഡ്രാമാസ് ഐഡിയലൈസ്ഡ് പ്ലോട്ട് സ്ട്രക്ചർ. സാൻസ്ക്രിറ്റ് ഡ്രാമയുടെ ഐഡിയൽ ആയിട്ടുള്ളതായ പ്ലോട്ട് സ്ട്രക്ചർ. ഇൻ സാൻസ്ക്രിറ്റ് ഡ്രാമയില് the storyline is carefully designed to follow 5 stages. Storyline le എത്ര സ്റ്റേജുകളുണ്ട്? 5 സ്റ്റേജസ് ഉണ്ട്. അതാണ് ട്രാൻസിഷൻ എന്ന് പറയുന്നത്. ട്രാൻസിഷൻ എന്ന് അല്ലെങ്കിൽ സ്റ്റേജസ് എന്ന് പറയാം. അപ്പോൾ ഇൻ സാൻസ്ക്രിറ്റ് ഡ്രാമയില് the storyline is carefully designed to follow 5 stages. Storyline എത്ര സ്റ്റേജുകൾ വരും അതിനകത്ത്? സാൻസ്ക്രിറ്റ് ഡ്രാമയ്ക്കകത്ത് സ്റ്റോറി ലൈനിനകത്ത് 5 സ്റ്റേജുകൾ വരും. Each moving the story forward toward a satisfying conclusion. Each moving the story forward toward a satisfying conclusion. അപ്പോൾ ഓരോ കഥയും എങ്ങനെയാണ്? മൂവിങ് ടുവേർഡ്സ് എ സാറ്റിസ്ഫൈങ് കൺക്ലൂഷൻ. തൃപ്തികരമായ ഒരു ഉപസംഹാരത്തിലേക്കായിരിക്കും കഥകൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ദിസ് മേക്സ് ദ പ്ലേ ബോത്ത് എൻഗേജിങ് ആൻഡ് പർപ്പസ്ഫുൾ. അപ്പോ എന്താണ് ഇങ്ങനെ ഈ പ്ലേ, അതായത് ഈ നാടകങ്ങൾ ഈ രീതിയിലായതുകൊണ്ട് ഇതെന്ത് ചെയ്യും? നമ്മളെ കൂടുതൽ അതിൽ എൻഗേജ് ചെയ്യിപ്പിക്കും. എൻഗേജ് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മൾ അതിൽ ഉൾപ്പെടുത്തുക. ഇപ്പൊ ഒരു കളിയിൽ കുറച്ചുപേര് കാഴ്ചക്കാർ കാണും, കുറച്ചുപേര് കളിക്കുന്നവർ കാണും. അപ്പൊ കാഴ്ചക്കാരല്ല കളിക്കുന്നത്, അല്ലെ? അപ്പൊ കളിക്കുന്നതാണ് അതിൽ എൻഗേജിങ് എന്ന് പറയുന്നത്. അതുപോലെ ഈ കഥയിലോട്ട് നമ്മെ കൂടുതലും എൻഗേജ് ചെയ്യിപ്പിക്കും. ആൻഡ് പർപ്പസ്ഫുൾ, അതിലൊരു അർത്ഥവും നമുക്ക് നൽകിത്തരും. അപ്പൊ വെറുതെ നാടകം കണ്ടു പോവുകയല്ല, പകരം ആ നാടകത്തിൽ നിന്നൊരു അർത്ഥവും നമുക്ക് ലഭിക്കും. ഒറിജിൻ, അതിൽ 5 ഭാഗങ്ങളാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോ സാൻസ്ക്രിറ്റ് ഡ്രാമയ്ക്കകത്ത് 5 ഭാഗങ്ങളാണ് നമുക്ക് കാണുന്നത്. ഒന്നാമത്തെ എന്താണ്? ഒറിജിൻ, അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു വാക്ക് മുഖ. ഒറിജിൻ അല്ലെങ്കിൽ എന്തെന്ന് പറയുന്നത്? മുഖ എന്നാണ് പറയുന്നത്. ബിഗിനിങ്, അതിന്റെ മറ്റൊരു ഭാഗം ഒന്നാണ് ബിഗിനിങ്. ദിസ് ഈസ് വെയർ ദ സീഡ് ഓഫ് ദ സ്റ്റോറി ഈസ് പ്ലാന്റഡ്. അപ്പൊ ഈ ഒറിജിൻ അല്ലെങ്കിൽ ഈ മുഖ അല്ലെങ്കിൽ ദ ബിഗിനിങ്, ഇവിടെ സീഡ് ഓഫ് ദ സ്റ്റോറി ഈസ് പ്ലാന്റഡ്. ആ കഥയുടെ വിത്ത് ഇവിടെയാണ് പാകുന്നത്. ദിസ് ഈസ് വെയർ ദ സീഡ് ഓഫ് ദ സ്റ്റോറി ഈസ് പ്ലാന്റഡ്. അപ്പൊ എളുപ്പമാണ്. സാൻസ്ക്രിറ്റ് ഡ്രാമയില് 5 വിധ ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതില് ആരംഭമായിട്ട് വരുന്നതാണ് ഒറിജിൻ അല്ലെങ്കിൽ മുഖ അല്ലെങ്കിൽ ദ ബിഗിനിങ്. ദിസ് ഈസ് വെയർ ദ സീഡ് ഓഫ് ദ സ്റ്റോറി ഈസ് പ്ലാന്റഡ്. ഇവിടെയാണ് നമുക്ക് കഥയുടെ വിത്ത് വിതയ്ക്കുന്നത്. ദ മെയിൻ ക്യാരക്ടേഴ്സ് ആർ ഇൻട്രൊഡ്യൂസ്. എങ്ങനെയാ ചെയ്യുന്നത്? ദ മെയിൻ ക്യാരക്ടേഴ്സ്, പ്രധാനപ്പെട്ടതായ കഥാപാത്രങ്ങളൊക്കെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പ്രധാനപ്പെട്ടതായ കഥാപാത്രങ്ങളെ അവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആൻഡ് സെൻട്രൽ സിറ്റുവേഷൻ ഓർ ദ കോൺഫ്ലിക്റ്റ് ഈസ് ഹിന്റഡ് അറ്റ്. സെൻട്രൽ സിറ്റുവേഷന്, അപ്പൊ പ്രാധാന്യമുള്ളതായ ആ സാഹചര്യവും ഒരു കോൺഫ്ലിക്റ്റ്, എന്തൊക്കെയാണ് കോൺഫ്ലിക്ട്സ് ഒക്കെ ഉണ്ടാകാൻ പോകുന്നത്, അതിനെയൊക്കെ എന്ത് ചെയ്യാറുണ്ട്? അതിനെയൊക്കെ കുറിച്ച് ചെറുതായിട്ടെങ്കിലും പറയാറുണ്ട്. ഒരു ഉദാഹരണമായിട്ട് ഇൻ ശകുന്തള, ദിസ് ഈസ് വെൻ കിങ് ദുഷ്യന്ത ഫസ്റ്റ് മീറ്റ്സ് ശകുന്തള ആൻഡ് ഫോൾസ് ഇൻ ലവ്. അപ്പോ ഈ ഒറിജിൻ എന്നുള്ളതിനൊരു ഉദാഹരണം എന്താണ്? ശകുന്തള എന്ന നാടകത്തില് കിങ് ദുഷ്യന്ത ഫസ്റ്റ് മീറ്റ്സ് ശകുന്തള ആൻഡ് ഫോൾസ് ഇൻ ലവ്. കിങ് ദുഷ്യന്തന് ശകുന്തളയെ കാണുകയും അവർ തമ്മിൽ സ്നേഹത്തിലാവുകയും ചെയ്യുന്നതായ ആ ഒരു സന്ദർഭത്തിൽ നമുക്ക് എന്തായിട്ട് കണക്കാക്കാൻ കഴിയും? ഒറിജിൻ അല്ലെങ്കിൽ ബിഗിനിങ് അല്ലെങ്കിൽ മുഖ എന്ന് പറയാനായിട്ട് കഴിയും. സാൻസ്ക്രിറ്റ് ഡ്രാമയുടെ രണ്ടാമത്തെ ഭാഗമാണ് പ്രതിമുഖ. എളുപ്പമാണ്. മുഖ, പ്രതിമുഖ അല്ലെങ്കിൽ ഇൻസിഡന്റ് അല്ലെങ്കിൽ ഡെവലപ്മെന്റ്. ദ സ്റ്റോറി മൂവ്സ് ഫോർവേഡ് വിത്ത് ഇവന്റ്സ് ദാറ്റ് ക്യാൻ ബി ഗുഡ് ആൻഡ് ബാഡ്. ഓക്കെ, അപ്പൊ ഇൻസിഡന്റിൽ പ്രതിമുഖ ഡെവലപ്മെന്റ് എന്ന രണ്ടാം ഭാഗത്തിൽ നിന്നാണ് വരുന്നത്. ദ സ്റ്റോറി മൂവ്സ് ഫോർവേഡ് വിത്ത് ഇവന്റ്സ് ദാറ്റ് ക്യാൻ ബി ബോത്ത് ഗുഡ് ആൻഡ് ബാഡ്. നല്ലതും ചീത്തയുമായ സംഭവങ്ങളുമായിട്ട് കഥ മുമ്പോട്ട് പോവുകയാണ്. റിലേഷൻഷിപ്പ് ഗ്രോസ്, ബന്ധങ്ങൾ വളരുന്നു. മിസ് അണ്ടർസ്റ്റാൻഡിങ്, ചിലപ്പോൾ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകൾ ഉദയം കൊള്ളാം. ആൻഡ് ദ ഓഡിയൻസ് സ്റ്റാർട്ട്സ് ടു സീ വെയർ ദ സ്റ്റോറി കുഡ് ബി ഹെഡിങ്. അപ്പോ ഈ ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് സ്റ്റേജിൽ എത്തുമ്പോൾ ആളുകൾക്ക് എന്ത് മനസ്സിലാകുന്നത്? കഥ എങ്ങോട്ടാണ്, ആ കഥയുടെ പോക്ക് എങ്ങോട്ടാണെന്ന് ആളുകൾക്ക് മനസ്സിലാവും. നമ്മൾ ചില പിള്ളേരെ കുറിച്ചൊക്കെ പറയാറില്ല, അവര് വളർന്ന് ഒരു ഇതിലോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും? ആ പിള്ളേരുടെ
ആ ജീവിതം കാണുമ്പോൾ തന്നെ നമ്മൾ പറയും ഇതെങ്ങോട്ടാണ് പോകണമെന്ന് നമുക്ക് അറിയാമെന്ന് പറയുന്നത് പോലെ കഥയുടെ ആ രണ്ടാം ഘട്ടം എത്തുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാകും, ഈ കഥ എങ്ങോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലാകും. എക്സാമ്പിൾ ഉദാഹരണമായിട്ട് ശകുന്തളയുടെ കഥയിൽ തന്നെ ദുഷ്യന്ത മാരീസ് ശകുന്തള സീക്രട്ടറി. ദുഷ്യന്ത ആരെ വിവാഹം കഴിക്കുകയാണ്? ശകുന്തളയെ രഹസ്യമായി വിവാഹം കഴിക്കുകയാണ്. ബട്ട് എ കഴ്സ് ഈസ് ഓൾസോ പ്ലേസ്ഡ് ഓൺ ഹെർ ക്രിയേറ്റിംഗ് ടെൻഷൻ. എന്ത് ചെയ്യാണ്? പക്ഷേ എ കഴ്സ് ഈസ് ഓൾസോ പ്ലേസ്ഡ് ഓൺ ഹെർ. അപ്പോൾ തന്നെ അവളുടെ മേൽ എന്തും വരുന്നുണ്ട്? ഒരു ശാപവും വരുന്നുണ്ട് അല്ലേ? ആ ദുർവാസ മഹർഷി അവളെ ശപിക്കുന്നുണ്ട്. അപ്പൊ അതെന്തുണ്ടാക്കുന്നത്? ടെൻഷൻ ഉണ്ടാക്കുന്നു. അപ്പൊ അതാണ് പ്രതിമുഖ അല്ലെങ്കിൽ ഇൻസിഡന്റിന് ഉദാഹരണമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. മൂന്നാമത് ജേം അല്ലെങ്കിൽ ഗർഭ. ഗുഡ് സീംസ് ടു വിൻ. മൂന്നാമത്തെ ഘടകം എന്നതാണ് ജേം അല്ലെങ്കിൽ ഗർഭ എന്നുള്ളതാണ്. ഞാൻ വേറൊരു നോട്ടാ വായിക്കുന്ന, ടെക്സ്റ്റ് നോട്ടല്ല. പക്ഷെ ടെക്സ്റ്റ് നോട്ടിൽ നിങ്ങൾക്ക് ഇത് കാണാനായിട്ട് കഴിയും. പക്ഷെ ഞാൻ അത് വേറൊരു നോട്ടിൽ നിന്ന് കുറച്ച് പഠിപ്പിച്ചിട്ട് നമുക്ക് ടെക്സ്റ്റ് നോട്ടിലോട്ട് തിരിച്ചു വരാം. ജേം എന്ന് വെച്ചാൽ ഗർഭ. ഗുഡ് സീംസ് ടു വിൻ. The events now appear to be leading toward a positive aim. അല്ല, the events, ഇനി സംഭവങ്ങൾ, ഈ ഗർഭ, ഈ സാൻസ്ക്രിറ്റ് നാടകത്തിന്റെ മൂന്നാം ഘട്ടം എത്തുമ്പോൾ എന്താണ്? The events now appear to be leading toward a positive aim. അപ്പോൾ ഈ സംഭവങ്ങൾ എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത്? ഒരു ശരിയായ ദിശയിലേക്ക് സഞ്ചരിക്കുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടാം. The audience feels hopeful that the characters will achieve their goals. ഓഡിയൻസ് എന്നാണ്, കാഴ്ചക്കാർക്ക് ഫീൽസ് ഹോപ്പ്ഫുൾ, അവർക്ക് പ്രതീക്ഷ ഉണ്ടാകും. എന്തുകൊണ്ടാണ്? ദ ക്യാരക്ടേഴ്സ് വിൽ അച്ചീവ് ദിയർ ഗോൾസ്. കഥാപാത്രങ്ങൾ അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തും എന്നുള്ളതായ ഒരു പ്രതീക്ഷ മൂന്നാം ഘട്ടത്തില് ആർക്കുണ്ടാകുന്നു? കാഴ്ചക്കാർക്ക് ഉണ്ടാകുന്നു. ഏത് ഘട്ടമാണ്? ജേം അല്ലെങ്കിൽ ഗർഭ. ഉദാഹരണം എന്താണ്? ശകുന്തള ബിക്കംസ് പ്രഗ്നന്റ്. ശകുന്തള ഗർഭിണിയാകുന്നു. ആൻഡ് ദർ ഈസ് ആൻ എക്സ്പെക്ടേഷൻ ഓഫ് റിയൂണിയൻ വിത്ത് ദുഷ്യന്ത. അപ്പോൾ കാണികൾക്ക് എന്തുണ്ടാകുന്നു? ഒരു പ്രതീക്ഷ ഉണ്ടാകുന്ന വേഗത്തില് ദുഷ്യന്തനെ ശകുന്തളയും ഒന്നിക്കുമെന്നുള്ളത്. നാലാം ഭാഗം എന്നുള്ളത് ക്രൈസിസ് അല്ലെങ്കിൽ വിമർശ അല്ലെങ്കിൽ ടേണിംഗ് പോയിന്റ്. ക്രൈസിസ്, വിമർശ അല്ലെങ്കിൽ ടേണിംഗ് പോയിന്റ്. അവിടെ എന്താണ് പറയുന്നത്? ബാഡ് ഇവന്റ്സ് ഔട്ട്വേ ദ ഗുഡ് ആൻഡ് ദ സ്റ്റോറി മൂവ്സ് അവേ ഫ്രം ദ ഹാപ്പി എയിം. എന്താണ്? ബാഡ് ഇവന്റ്സ് ഔട്ട്വേ ദ ഗുഡ്. അപ്പൊ എന്താണ്? മോശമായ സംഭവങ്ങൾ ഔട്ട്വേ ദ ഗുഡ്, നല്ലതിനെ കടത്തി വെട്ടിക്കൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. ആൻഡ് ദ സ്റ്റോറി മൂവ്സ് അവേ ഫ്രം ദ ഹാപ്പി എയിം. അപ്പൊ സന്തോഷമായി പര്യവസാനിക്കുമെന്ന് ചിന്തിക്കുന്നിടത്ത് നിന്ന് കഥ എങ്ങോട്ട് പോവുകയാണ്? എന്താണ്? വീണ്ടും എന്താണ്? തെറ്റായിട്ടുള്ളതായ സംഭവങ്ങൾ ഉണ്ടായിട്ട് നന്നായി പര്യവസാനിക്കുമെന്ന് തോന്നുന്നിടത്ത് നിന്ന് കഥ വീണ്ടും മാറിപ്പോകുന്നതായ ഒരു ഘട്ടമാണ് നാലാം ഘട്ടം, ക്രൈസിസ് അല്ലെങ്കിൽ വിമർശ അല്ലെങ്കിൽ ടേണിംഗ് പോയിന്റ്. ഓക്കെ, there is confusion. ആ ഘട്ടത്തിൽ എന്തുണ്ടാകുന്നു? കൺഫ്യൂഷൻ ഉണ്ടാകുന്നു, സെപ്പറേഷൻ ഉണ്ടാകുന്നു, വേർതിരിവ് ഉണ്ടാകുന്നു, ഡേഞ്ചർ, അപകടങ്ങൾ ഉണ്ടാകുന്നു. അതിന് നമുക്ക് ശകുന്തളയിൽ നിന്ന് തന്നെ ഒരു ഉദാഹരണം എന്താ കാണാൻ കഴിയുന്നത്? ബിക്കോസ് ഓഫ് ദ കഴ്സ്, ശാപം കാരണം ദുഷ്യന്ത forgets ശകുന്തള ആൻഡ് ഷീ ഈസ് ലെഫ്റ്റ് അലോൺ. ശാപം കാരണം ദുഷ്യന്തൻ ആരെ മറന്നു പോകുന്നു? ശകുന്തളയെ മറന്നു പോവുകയും അവള് ഒറ്റയ്ക്ക് ആകപ്പെടുകയും ചെയ്യുന്നു. അടുത്ത് ലാസ്റ്റ് വരുന്ന എന്താണ്? കംപ്ലീഷൻ. എന്റെ പേര് നിർവാഹണ. കംപ്ലീഷൻ, നിർവാഹണ, ദ കൺക്ലൂഷൻ. ഓൾ പ്ലോട്ട് ത്രെഡ്സ് ആർ ടൈഡ് ടുഗദർ. അപ്പോ എല്ലാ പ്ലോട്ടിന്റെയും ത്രെഡ്സിന് എന്ത് ചെയ്യുന്നുണ്ട്? ആറ് ടൈഡ് ടുഗദർ. അവയെല്ലാം ഒരുമിച്ച് എങ്ങനെയാണ്? കൂട്ടി കെട്ടപ്പെടുന്നു. ആ കംപ്ലീഷനിൽ എന്താണ് സംഭവിക്കുന്നത്? കൺക്ലൂഷനില് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ആർ ക്ലിയർഡ്. മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകളെല്ലാം ക്ലിയർ ചെയ്യപ്പെടുന്നു. ജസ്റ്റിസ് ഈസ് ഡൺ. നീതി നിർവഹിക്കപ്പെടുന്നു. ആൻഡ് ഹാർമണി ഈസ് റിസോൾവ്ഡ്. ആ ഹാർമണി എന്തായിത്തീരുന്നു? വീണ്ടും റിസോൾവ് ആയി. അത് ഹാർമണി ഈസ് റീസ്റ്റോർഡ് എന്നാണ്. ഹാർമണിയും വീണ്ടും റീസ്റ്റോർ ചെയ്യപ്പെടുന്നു. എക്സാമ്പിൾ എന്താണ്? ദുഷ്യന്ത റിമെമ്പേഴ്സ് ശകുന്തള, ദേ റീയൂണൈറ്റ് ആൻഡ് ദ ചൈൽഡ് ഈസ് അക്നോളജ്. ദുഷ്യന്തൻ ആരെ ഓർക്കുന്നു? ശകുന്തളയെ ഓർക്കുകയും അവരെ വീണ്ടും ഒന്നിക്കുകയും ആ കുട്ടിയെയും അതിനാണ് തിരിച്ചറിയുകയും ചെയ്യുന്നു. അപ്പൊ ഇതാണ് സാൻസ്ക്രിറ്റ് ഡ്രാമയുടെ 5 ഘടകങ്ങൾ. അപ്പൊ എന്താണ് നമ്മൾ പഠിച്ചത്? സാൻസ്ക്രിറ്റ് ഡ്രാമയില് സാൻസ്ക്രിറ്റ് ഡ്രാമാസ് പ്ലോട്ട് സ്ട്രക്ചർ കൺസിസ്റ്റ്സ് ഓഫ് 5 ട്രാൻസിഷൻ. സാൻസ്ക്രിറ്റ് ഡ്രാമയിലെ പ്ലോട്ട് സ്ട്രക്ചറിൽ എത്ര ട്രാൻസിഷൻ ഉണ്ട്? 5 ട്രാൻസിഷൻസ്, അതായത് 5 സ്റ്റേജസ് ഉണ്ട്. അപ്പൊ സാൻസ്ക്രിറ്റ് ഡ്രാമയിലെ പ്ലോട്ട് സ്ട്രക്ചറിൽ 5
സ്റ്റേജസ് ഉണ്ട്. സാൻസ്ക്രിറ്റ് ഡ്രാമയിലെ പ്ലോട്ട് സ്ട്രക്ചറിൽ 5 സ്റ്റേജസ് ഉണ്ട്. ഒന്നെന്താണ്? ഒറിജിൻ അല്ലെങ്കിൽ മുഖ അല്ലെങ്കിൽ ദ ബിഗ്. 2 ഇൻസിഡന്റ് അല്ലെങ്കിൽ പ്രതിമുഖ അല്ലെങ്കിൽ ഡെവലപ്മെന്റ്. 3 ജേം അല്ലെങ്കിൽ ഗർഭ അല്ലെങ്കിൽ ഗുഡ് സീംസ് ടു. പിന്നെ 4 ക്രൈസിസ് വിമർശ അല്ലെങ്കിൽ ടേണിംഗ് പോയിന്റ്. 5 കംപ്ലീഷൻ നിർവ്വാഹണ അല്ലെങ്കിൽ കൺക്ലൂഷൻ. ഈ ടെക്സ്റ്റ് നോക്കി. ദ ഫസ്റ്റ് ഈസ് ദ ഒറിജിൻ. ആദ്യത്തേത് ഒറിജിൻ ആണ്, മുഖ, which states the seed or the beginning of the plot. The second is the incident, Prathimuka, which develops the plot line further by showing events. The third is germ, Garbha, where good actions, events seem to lead toward the aim. Phala. The fourth is crisis, Vimarsha, where bad actions or events seem to outweigh the good and strays away from the aim. The fifth is completion, Nirvahana, that brings together all the different narratives in the play to a definitive conclusion. ഇത് അതുപോലെ പഠിച്ചു വെക്കുക. സാൻസ്ക്രിറ്റ് ഡ്രാമയെ കുറിച്ച് ചോദിക്കുമ്പോൾ നന്നായിട്ട് എഴുതുക. പല പ്രാവശ്യം എഴുതി പഠിക്കുക. എഴുതി പഠിച്ചിട്ട് പോയിന്റ്സ് ഒക്കെ ഓർത്തു വെക്കുക, എക്സാമിന് എഴുതുക. അടുത്ത പോർഷൻ. One of the unique aspects of Sanskrit drama is its bilingual nature. എന്താണ്? One of the unique aspect of the Sanskrit drama. Sanskrit drama-യുടെ യുണീക്ക് ആയിട്ടുള്ളതായ ഒരു സ്വഭാവം എന്താണ്? It's a bilingual nature. എന്താണ് bilingual nature? Bilingual nature refers to the quality or characteristic of using 2 languages either in speech, writing or communication. അപ്പൊ എന്താണ് bilingual nature എന്ന് പറഞ്ഞാല്? Bilingual nature refers to the quality or characteristic of bilingual nature refers to the quality or characteristic of using 2 languages either in speech, writing or communication. The protagonist, ആരാണ് ഈ protagonist? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചത്. ആരാണ് ഈ protagonist? protagonist എന്ന് വെച്ചാൽ മെയിൻ ക്യാരക്ടർ. നമ്മൾ ആന്റഗോണിസ്റ്റ് എന്ന് ഞാൻ പഠിപ്പിച്ചത്. അതാണ് വില്ലൻ ക്യാരക്ടർ. അപ്പൊ protagonist means the main character who belong to the upper class such as Brahmins and Kshatriyas spoke in Sanskrit, whereas characters from other sections of society such as soldiers, servants, women and children etc. spoke in the various Prakrit language. Okay. അപ്പോ സാൻസ്ക്രിറ്റ് ഡ്രാമയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു പ്രത്യേകത എന്തോന്നാണ്? ബൈലിംഗ്വൽ നേച്ചർ. ബൈലിംഗ്വൽ നേച്ചർ എന്ന് പറഞ്ഞാൽ മറ്റ് 2 ഭാഷ, ഒരു ഭാഷയല്ല പല ഭാഷകൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, സോറി, ബൈലിംഗ്വൽ നേച്ചർ എന്ന് പറഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക് ഓഫ് യൂസിങ് 2 ലാംഗ്വേജ്, 2 ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പൊ സാൻസ്ക്രിറ്റ് ഡ്രാമയുടെ പ്രത്യേകത 2 ഭാഷ ഉപയോഗിക്കുന്നു ആ ഡ്രാമയ്ക്ക്. ഏതൊക്കെയാണ്? ദ പ്രോട്ടഗോണിസ്റ്റ്. അപ്പം അതിലെ നായക കഥാപാത്രമാരായിരിക്കും ഹു ബിലോങ് ടു ദ അപ്പർ കാസ്റ്റ്. അത് നായക കഥാപാത്രം ഉയർന്ന ജാതിയിൽപ്പെട്ട ആൾ തന്നെ ആയിരിക്കും. ആരായിരിക്കും? സച്ചസ് ബ്രാഹ്മൺ, അത് ബ്രാഹ്മൺ ആയിരിക്കാം. ആൻഡ് ബ്രാഹ്മൺ ആയിരിക്കും. പിന്നെ അതോടൊപ്പം അവരോട് കൂടെ ക്ഷത്രിയസ് ഉണ്ടായിരിക്കും. അവരെല്ലാം ദേ സ്പോക്ക് ഇൻ സാൻസ്ക്രിറ്റ്. അവരെല്ലാം സംസ്കൃത ഭാഷയിലാണ് സംസാരിക്കുന്നത്. വേറെസ് അതേസമയം ക്യാരക്ടേഴ്സ് ഫ്രം അതർ സെക്ഷൻസ് ഓഫ് സൊസൈറ്റി, മറ്റ് സമൂഹത്തിലെ മറ്റ് സെക്ഷനിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? സച്ചസ് സോൾജിയേഴ്സ്, സാധാരണ കാലാൾപ്പട, സെർവൻസ് ജോലിക്കാര്, വിമൻ സ്ത്രീകൾ, ചിൽഡ്രൻ എക്സെട്ര സ്പോക്ക് ഇൻ ദ വേരിയസ് പ്രാകൃത് ലാംഗ്വേജ്. അവരെല്ലാം സംസാരിക്കുന്ന ഏത് ഭാഷയിലാണ്? അവരെല്ലാം സംസാരിക്കുന്നത് പ്രാകൃത് ലാംഗ്വേജ്. ലാംഗ്വേജിലാണ്, ഭാഷയിലാണ്. അപ്പോ ഉയർന്ന ജാതിയിൽപ്പെട്ടതായ നായക കഥാപാത്രങ്ങളായ ബ്രാഹ്മിൺസും ക്ഷത്രിയാസും എല്ലാം സംസാരിക്കുന്നത് സംസ്കൃത ഭാഷയിലും, എന്നാൽ അതേ സമയം തന്നെ മറ്റുള്ളവർ, അതായത് കാലാൾപ്പടയായിരിക്കാം, സെർവൻസ് ആയിരിക്കാം, സ്ത്രീകളായിരിക്കാം, കുട്ടികളായിരിക്കാം, അവരെല്ലാം വ്യത്യസ്തങ്ങളായ പ്രാകൃത ഭാഷയിലാണ് സംസാരിക്കുന്നത്, പ്രാകൃത് ലാംഗ്വേജ്. The stock characters encountered here such as the Sutradar, director, the Nayak, hero, Nayaki, heroine, Vidushaka, jester, speak either in Sanskrit or Prakrit depending on their caste, class, gender and age. ഇവിടെ നോക്കുക. അപ്പൊ സ്റ്റോക്ക് ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്ക് ക്യാരക്ടേഴ്സ് എൻകൗണ്ടേർഡ് ഹിയർ. അവരെന്ത് സ്റ്റോക്ക് ക്യാരക്ടേഴ്സ് അല്ല ഏത് ഭാഷയിലാണ് സംസാരിക്കുന്നത്? ആരൊക്കെയാണ് സ്റ്റോക്ക് ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള? സൂത്രധാർ, അതായത് ഡയറക്ടർ, നായക് ഹീറോ, നായകി ഹീറോയിൻ, വിദൂഷക ജസ്റ്റർ,
അവരെല്ലാം സ്പീക്ക്, അവരെല്ലാം സംസാരിക്കുന്നത് സാൻസ്ക്രിറ്റ് ഓർ പ്രാകൃത് ഡിപ്പെൻഡിങ് ഓൺ ദിയർ കാസ്റ്റ്. അവരെല്ലാം ഒന്നുകിൽ സംസ്കൃതത്തിൽ സംസാരിക്കും, അല്ലെങ്കിൽ എന്തിൽ സംസാരിക്കും, പ്രാകൃത് ഭാഷയിൽ സംസാരിക്കും. ഡിപ്പെൻഡിങ് ഓൺ ദിയർ കാസ്റ്റ്, ക്ലാസ്, ജെൻഡർ ആൻഡ് ഏജ്. അവരുടെ കാസ്റ്റ്, അവരുടെ ജാതി, അല്ലെങ്കിൽ അവരുടെ സമൂഹത്തിലുള്ള അവരുടെ വർഗം, പിന്നെ ജെൻഡർ, അവർ സ്ത്രീയാണോ പുരുഷനാണോ, അവരുടെ വയസ്സ് എല്ലാം അനുസരിച്ച് അവര് സംസ്കൃതത്തിലോ അല്ലെങ്കിൽ പ്രാകൃത് ഭാഷയിലോ സംസാരിക്കും. സച്ച്, ഇപ്രകാരമുള്ള ലിംഗ്വിസ്റ്റിക് കൺസ്ട്രക്ഷൻ, ഒരു ഭാഷാപരമായ ഒരു കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഭാഷാപരമായിട്ടുള്ളതായ ഈ ഒരു സംസ്കൃത നാടകത്തില് ഇപ്രകാരമുള്ളതായ ഈ ഭാഷാഘടന റെസ്ട്രിക്റ്റഡ് ദ വെറൈറ്റി ഓഫ് പീപ്പിൾ ഹു കുഡ് വാച്ച് ആൻഡ് എൻജോയ് ഇറ്റ്. അപ്പൊ എല്ലാവർക്കും അന്നത്തെ കാലത്ത് സംസ്കൃതം അറിയത്തില്ല, അതുകൊണ്ട് ഈ സാൻസ്ക്രിറ്റ് ഡ്രാമ എല്ലാവർക്കും കണ്ട് ആസ്വദിക്കാനുമായിട്ടും അന്ന് പറ്റത്തില്ല. Thus, അപ്രകാരം the audience was mostly limited to a refined circle of upper caste such as the royalty, aristocrats, Brahmins and Kshatriyas, leading to royal patronage. അപ്പൊ എല്ലാവരും സംസ്കൃത നാടകം കാണത്തില്ലായിരുന്നു. സംസ്കൃത നാടകം ആരൊക്കെ കാണുന്നത്? റിപ്പോർട്ട് ഫോർ അപ്പർ ക്ലാസ്. അപ്പോ സമൂഹത്തിൽ ഉയർന്ന ജാതിയിൽപ്പെട്ടവർ മാത്രമേ സംസ്കൃത നാടകം എന്ത് ചെയ്യത്തുള്ളൂ, കാണത്തുള്ളൂ. ബ്രാഹ്മിൻസ് ആയിരിക്കാം, ക്ഷത്രിയസ് ആയിരിക്കാം, അരിസ്റ്റോക്രാറ്റ്സ്, സമൂഹത്തില് ഉന്നത കുലത്തിൽ ജീവിക്കുന്നവര്, അപ്പൊ അങ്ങനെയൊക്കെ റോയൽ പാട്രണേജ് എന്നാണ്. ബിക്കോസ് സാൻസ്ക്രിറ്റ് ഡ്രാമ വാസ് പെർഫോംഡ് മെയിൻലി ഫോർ ആൻ എലൈറ്റ് ഓഡിയൻസ്. അപ്പൊ എന്താണ് ഈ സാൻസ്ക്രിറ്റ് ഡ്രാമ തന്നെ അവതരിപ്പിച്ചത് പോലും ആർക്ക് വേണ്ടിയിട്ടാണ്? റോയൽ പാട്രണേജ്, വലിയ വലിയ ആളുകൾക്ക് വേണ്ടി. വലിയ വലിയ ആളുകൾ എന്ന് വെച്ചാൽ ജാതിയിൽ ഉയർന്നവര്, രാജാക്കന്മാര്, അതോടൊപ്പം തന്നെ എന്താണ് ബ്രാഹ്മിൻസ്. അപ്പോ ഇങ്ങനെ സമൂഹത്തിൽ ഉന്നത ശ്രേണി നിൽക്കുന്നവർ മാത്രമേ എന്ത് കണ്ടിരുന്നുള്ളൂ? ഈ സാൻസ്ക്രിറ്റ് ഡ്രാമാസ് കണ്ടിരുന്നുള്ളൂ. അപ്പൊ എല്ലാവർക്കും കാണാനായിട്ട് പറ്റത്തില്ല. പറ്റാത്തതിന് പ്രധാന കാരണം ഇതിന്റെ ഭാഷ ഇത് സംസ്കൃതമായിരുന്നു. അപ്പൊ എല്ലാവർക്കും സംസ്കൃതം അറിയത്തുമില്ല, അതുകൊണ്ട് എല്ലാവരും കൊണ്ട് ഇത് കാണാനും പറ്റത്തില്ലായിരുന്നു. ഈവൻ ദ നാട്യശാസ്ത്ര സ്റ്റേറ്റ്സ് തരും. നാട്യശാസ്ത്രം എന്താ പറയുന്നത്? ദ ഐഡിയൽ സ്പെക്ടേറ്റേഴ്സ് ഷുഡ് ബി എഡ്യൂക്കേറ്റഡ് ആൻഡ് നോബിൾ മാൻ. നാട്യശാസ്ത്രയില് ഭരതമുനി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, സംസ്കൃത ഡ്രാമ ആരെ കാണാവൂ? എഡ്യൂക്കേറ്റഡ് ആൻഡ് നോബിൾ മാൻ, സമൂഹത്തിൽ വിദ്യാഭ്യാസമുള്ളതും കുലീനവുമായ അല്ലെങ്കിൽ ഉയർന്ന രീതിയിൽ ജീവിക്കുന്നതുമായ വ്യക്തികൾ മാത്രമേ സംസ്കൃത ഡ്രാമ കാണാവൂ എന്ന് ഭരതമുനി തന്റെ നാട്യശാസ്ത്രത്തിന് പറയുന്നുണ്ട്. All four caste could watch a play as long as they were seated separately. എല്ലാ ഒരു ജാതി ഓൾ ഫോർ കാസ്റ്റ്, എല്ലാ ജാതിപ്പെട്ടവർക്കും കാണാം, പക്ഷെ എന്തായിരിക്കണം? they were seated separately. അങ്ങനെ കാണേണ്ടി വന്നാലും അവരെല്ലാവരും എന്ത് ചെയ്തിരിക്കണം? ജാതി അനുസരിച്ച് ജാതി അനുസരിച്ച് വ്യത്യസ്തങ്ങളായ സീറ്റുകളിൽ ഇരുന്നുകൊണ്ട് മാത്രമേ സാൻസ്ക്രിറ്റ് ഡ്രാമ കാണാവൂ എന്നാര് പറഞ്ഞിട്ടുണ്ട്? നാട്യശാസ്ത്രി ഭരതമുനി പറഞ്ഞിട്ടുണ്ട്. ഈവൻ ദ നാട്യശാസ്ത്ര സ്റ്റേറ്റ്സ്, നാട്യശാസ്ത്രം എന്താ പറയുന്നത്? ദ ഐഡിയൽ സ്പെക്ടേറ്റർ ഷുഡ് ബി എഡ്യൂക്കേറ്റഡ് ആൻഡ് നോബിൾ മെൻ. അതായത് ഐഡിയൽ എന്ന് വെച്ചാല് എന്താണ് സ്വാഭാവികമായിട്ടും, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഒരു എന്താണ് സാധാരണമായിട്ടും, അല്ലെങ്കിൽ കാണേണ്ടത് എന്നുള്ള അർത്ഥത്തിലാണ്. കാണേണ്ടത് ആര് മാത്രമാണ്? എഡ്യൂക്കേറ്റഡ് ആൻഡ് നോബിൾ മെൻ. അപ്പൊ നാട്യശാസ്ത്രയില് ഭരതമുനി പറയുന്നത് അത് കാണാൻ അർഹരായിട്ടുള്ളവര്, ഐഡിയൽ എന്ന് വെച്ചാൽ സാധാരണയായിട്ട്, അപ്പൊ സാധാരണയായി അത് കാണേണ്ടത് ആരാണ്? വിദ്യാഭ്യാസമുള്ളവരും അതോടൊപ്പം തന്നെ ഉയർന്ന കുലജാതന്മാർ, അല്ലെങ്കിൽ അങ്ങനെ നല്ല എന്താണ് നല്ല സമൂഹത്തില് ഉയർന്ന പദവി നിൽക്കുന്നവരും വിദ്യാഭ്യാസമുള്ളവരും മാത്രമേ എന്ത് ചെയ്യേണ്ടതായിട്ടുള്ളത്, കാണേണ്ടതായിട്ടുള്ളൂ. അപ്പൊ സാധാരണയായി അവരാണ് അത് കാണേണ്ടത്. ഇൻ കേസ് മറ്റ് ജാതിയിലുള്ളവർ കാണേണ്ടി വന്നാല് എന്ത് ചെയ്യണം? അവരുടെ ജാതി തിരിച്ച് അവരെ വ്യത്യസ്തമായി വേർതിരിച്ചിരുന്ന് മാത്രമേ അത് എന്ത് ചെയ്യാൻ പാടുള്ളൂ? കാണാവൂ. ഓൾ ഫോർ കാസ്റ്റ് കുഡ് വാച്ച് എ പ്ലേ ആസ് ലോങ് ആസ് ദേ വർ സീറ്റഡ് സെപ്പറേറ്റ്ലി. അവർക്ക് കാണുന്നതിന് കുഴപ്പമില്ല, പക്ഷെ ജാതീയമായിട്ട് അവര് മാറിയിരുന്ന് വേണം കാണാൻ. ഇറ്റ് ഈസ് നോ സർപ്രൈസ്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ആളുകൾ എന്ത് ചെയ്യത്തില്ല? കാണത്തില്ല. ഇറ്റ് ഈസ് നോ സർപ്രൈസ്. അപ്പൊ ഇതിലൊരു അതിശയവുമില്ല. സാൻസ്ക്രിറ്റ് ഡ്രാമ ഫെയിൽഡ് ടു ബി എ പീപ്പിൾസ് ഡ്രാമ. അപ്പൊ അതുകൊണ്ടാണ് എന്ത് പറ്റിയത്? സംസ്കൃത ഡ്രാമ ധാരാളം, അല്ലെങ്കിൽ പീപ്പിൾസ് ഡ്രാമ, അതായത് ഒത്തിരി പേർക്ക് കാണാൻ കഴിയുന്ന ഒരു ഡ്രാമയായി, ഒരു നാടകമായിട്ട് സംസ്കൃത ഡ്രാമ മാറപ്പെടാത്തതിന് കാരണം ഇങ്ങനെയുള്ള ജാതീയമായ വേർതിരിവായിരുന്നു.
ആസ് ദോസ് ഇൻ ദ ഏൻഷ്യന്റ് ഗ്രീസ് ആൻഡ് മിഡീവൽ ഇംഗ്ലണ്ട്. അപ്പൊ മിഡീവൽ ഇംഗ്ലണ്ടിലും ഏൻഷ്യന്റ് ഗ്രീസിലും ഒക്കെ ഡ്രാമ എല്ലാവരും കാണുമായിരുന്നു. അതൊരു സമൂഹത്തിൽ അങ്ങനെ ജാതീയ വേർതിരിവോ ഒന്നുമില്ല, അത് എല്ലാവർക്കും അത് കാണാനായിട്ട് കഴിയുമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു രീതിയിൽ അപ്പോ എല്ലാവരും കാണുമ്പോൾ എല്ലാവരിലുള്ള സ്വീകാര്യത നാടകത്തിന് ഇംഗ്ലണ്ടിലും ഏൻഷ്യന്റ് ഗ്രീസിലും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ആ ഒരു സ്വീകാര്യത നമ്മുടെ ഭാരതത്തിലെ സംസ്കൃത ഡ്രാമയ്ക്ക് ലഭിക്കാത്തതിന് കാരണം എന്തായിരുന്നു? കാരണം അതിന്റെ ഈ ഭാഷാപരമായ വ്യത്യസ്തമായിരുന്നു. However, എന്നിരുന്നാലും ദിസ് ഈസ് നോട്ട് ടു സേ നോ അതർ ഫോം ഓഫ് ഡ്രാമ എക്സിസ്റ്റഡ് ഓർ ഇവോൾവ്ഡ് ഇൻ ഇന്ത്യ ഔട്ട്സൈഡ് ഓഫ് ദ സാൻസ്ക്രിറ്റ് ട്രഡീഷൻ. അപ്പൊ ഇത് പറയുമ്പോൾ നമ്മൾ എന്ത് കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ദിസ് ഈസ് നോട്ട് ടു സേ, ഇത് ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്, നോ അതർ ഫോം ഓഫ് ഡ്രാമ എക്സിസ്റ്റഡ് ഓർ ഇവോൾവ്ഡ് ഇൻ ഇന്ത്യ ഔട്ട്സൈഡ് ഓഫ് ദ സാൻസ്ക്രിറ്റ് ട്രഡീഷൻ. അപ്പൊ സംസ്കൃത പാരമ്പര്യം അല്ലാതെ മറ്റൊരു നാടകവും ഭാരതത്തില് എന്താണ് ഇല്ലായിരുന്നു എന്നോ അത് ഉളവായി വന്നില്ല എന്നോ നിങ്ങൾ എന്ത് ചെയ്യരുത്, ചിന്തിക്കരുത്. അപ്പൊ സംസ്കൃത നാടകം മാത്രമാണ് ഭാരതത്തിൽ ഉണ്ടായിരുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അപ്പം എന്താണ് മറ്റു നാടകങ്ങളും ഇവിടെ ഉണ്ടായിരിക്കുകയും അതോടൊപ്പം തന്നെ ഉണ്ടായി വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഫോക്ക് തിയേറ്റർ, പിന്നെ എന്താണ് സ്ട്രീറ്റ് പ്ലേസ്, നുക്കഡ് നാടക, സ്ട്രീറ്റ് തെരുവിലുള്ളതായ നാടകങ്ങള്, ഫോക്ക് തിയേറ്ററുകള്, അതൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്, ഇന്ത്യക്കകത്ത് ഉണ്ടായിട്ടുണ്ട്. Abound even now are a testament to the vitality of contemporary Indian theatre. അപ്പൊ മറ്റ് അതായത് ഫോക്ക് തിയേറ്ററുകള്, സ്ട്രീറ്റ് പ്ലേസ്, ഇതൊക്കെ എവിടെ ഉണ്ടായിട്ടുണ്ട്? ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ സാൻസ്ക്രിറ്റ് ഡ്രാമ മാത്രമല്ല ഇന്ത്യയിൽ ഉണ്ടായിരുന്നിട്ടുള്ളത്, മറ്റ് രീതിയിലുള്ള ഡ്രാമാസും ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. മറ്റു രീതിയിലുള്ള ഡ്രാമാസ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. ഫോക്ക് തിയേറ്റർ എന്ന് പറഞ്ഞാല് എന്താണ്? എ ട്രഡീഷണൽ ഫോം ഓഫ് ഡ്രാമ ആൻഡ് പെർഫോമൻസ് റൂട്ടഡ് ഇൻ ലോക്കൽ കൾച്ചർ, കസ്റ്റംസ് ആൻഡ് ഓറൽ ട്രഡീഷൻസ്. അപ്പൊ എന്താണ്? ലോക്കലായിട്ട് അല്ലെങ്കിൽ ലോക്കൽ കൾച്ചറായിട്ട് അല്ലെങ്കിൽ ഓരോ സംസ്കാരപരമായിട്ട് അവതരിപ്പിക്കപ്പെടുന്നതായ നാടകങ്ങൾ. അപ്പോ സാൻസ്ക്രിറ്റ് ഡ്രാമ അല്ലാതെ തന്നെ ഓരോരോ എന്താണ് ഇടത്തിനനുസരിച്ച് ഓരോരോ സംസ്കാരങ്ങൾക്കനുസരിച്ച് അവിടങ്ങളിലെല്ലാം വ്യത്യസ്തങ്ങളായ നാടകങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോ സംസ്കൃത നാടകം മാത്രമല്ല ഇന്ത്യയിൽ ഉണ്ടായതും ഉണ്ടായി വന്നത് മറ്റ് നാടകങ്ങളും. അതിൽ ഉദാഹരണമാണ് ഫോക്ക് തിയേറ്ററുകൾ. ഓരോ സംസ്കാരത്തിന് വ്യത്യസ്തമായ നാടകങ്ങൾ ഉണ്ടായിരുന്നിട്ടുണ്ട്. പിന്നെന്താണ്? സ്ട്രീറ്റ് പ്ലേസ്, തെരുവ് നാടകങ്ങൾ, നുക്കട്ട് നാടകം, അതിന് പറയുന്നത് നുക്കട്ട് നാടകം, അതൊക്കെയും ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ എന്തിന്റെ ഉദാഹരണമാണ്? ഭാരതത്തിൽ മറ്റ് രീതിയിലുള്ളതായ ഭാരതത്തിൽ മറ്റ് നാടകങ്ങൾ സംസ്കൃത നാടകം അല്ലാതെ മറ്റ് നാടകങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളതിന് ഉദാഹരണമാണ്. Okay, let's move to the next portion, next para. Another aspect that differentiates Sanskrit drama from its European counterpart is the composition of actors. ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നത് another aspect that differentiates Sanskrit drama from its European counterpart. അപ്പൊ യൂറോപ്പിലെ നാടകവുമായിട്ട് സംസ്കൃത ഡ്രാമയെ വേർതിരിക്കുന്നത് is the composition of actors. എന്താണ്? ഇതിലെ നായകന്മാരുടെ കമ്പോസിഷൻ, നായകന്മാരുടെ എന്താണ് കമ്പോസിഷൻ, സംയോജനം. അപ്പൊ കമ്പോസിഷൻ എന്ന് വെച്ചാൽ എന്താണ്? സംയോജനം. The act of putting together different parts to form a whole. The acts of putting together of a different form, the act of putting together different parts to form a whole. Another aspect that differentiates Sanskrit drama from its European counterpart. അപ്പൊ സംസ്കൃത ഡ്രാമ ഇതിൽ നിന്ന്, യൂറോപ്പിലെ ഡ്രാമയിൽ നിന്ന് അവയെ വേർതിരിക്കുന്ന എന്താണ്? അഭിനേതാക്കളുടെ സംയോജനം. Unlike the ban on female actors in European classical drama. അപ്പൊ യൂറോപ്യൻ ക്ലാസിക്കൽ ഡ്രാമയില് ആര് ബാൻ ആയിരുന്നു? ഫീമെയിൽ ആക്ടേഴ്സ് ബാൻ ആയിരുന്നു. ആര് ബാൻ ആയിരുന്നു? ഫീമെയിൽ ആക്ടേഴ്സ് ബാൻ ആയിരുന്നു. അപ്പൊ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ലായിരുന്നു? യൂറോപ്യൻ ഡ്രാമയില് അവർക്ക് അതില് അഭിനയിക്കാനായിട്ട് പറ്റുകയില്ലായിരുന്നു. അപ്പൊ യൂറോപ്യൻ ഡ്രാമയില് സ്ത്രീ കഥാപാത്രങ്ങൾക്ക് സ്ത്രീ കഥാപാത്രങ്ങൾക്ക് അഭിനയിക്കാനായിട്ട് യൂറോപ്യൻ ഡ്രാമയില് പറ്റത്തില്ലായിരുന്നു. പക്ഷെ എന്താണ്? ദ സാൻസ്ക്രിറ്റിക് ട്രഡീഷൻ ഡിഡ് നോട്ട് ഹാവ് സച്ച് പ്രൊഹിബിഷൻസ്. എന്നാല് നമ്മുടെ സംസ്കൃത പാരമ്പര്യത്തിൽ എന്തില്ല? ഡിഡ് നോട്ട് ഹാവ് സച്ച് പ്രൊഹിബിഷൻസ്. അപ്രകാരമുള്ള യാതൊരു വിധമായ പ്രൊഹിബിഷൻസ്, യാതൊരു വിധമായ
തടസ്സങ്ങളും ആർക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അഭിനയിച്ചുകൂടാ എന്നുള്ള തടസ്സങ്ങളൊന്നും സാൻസ്ക്രിറ്റ് ഡ്രാമയിൽ ഇല്ലായിരുന്നു. ദാറ്റ് റിക്വയർഡ് മെയിൽ ആർട്ടിസ്റ്റ് ടു പെർഫോം ദ റോൾ ഓഫ് ഫീമെയിൽ ലീഡ്സ്. മറ്റിടങ്ങളിൽ എന്താണ് യൂറോപ്യൻ ഡ്രാമയിലൊക്കെ സ്ത്രീ കഥാപാത്രങ്ങളുടെ വേഷം പുരുഷന്മാർ തന്നെ സ്ത്രീ വേഷം കെട്ടി അഭിനയിക്കേണ്ടിയിരുന്നു. എന്നാൽ സാൻസ്ക്രിറ്റ് ഡ്രാമയിൽ അങ്ങനെ ഒരു ആവശ്യമൊന്നും ഇല്ലായിരുന്നു. ആൻഡ് ഡ്രാമ കുഡ് ബി പെർഫോംഡ് ബൈ മെൻ അലോൺ, വിമൻ അലോൺ ഓർ എ മിക്സ് ഓഫ് ബോത്ത്. അപ്പം സാൻസ്ക്രിറ്റ് ഡ്രാമയിൽ പുരുഷന്മാർക്ക് മാത്രം അഭിനയിക്കാം, സ്ത്രീകൾക്ക് മാത്രം അഭിനയിക്കാം, രണ്ടുപേർക്ക് ചേർന്ന് അഭിനയിക്കാം, അതിലൊന്നും ഒരു പ്രശ്നവും ഇല്ല, ഡിപ്പെൻഡിങ് ഓൺ ദ പ്ലോട്ട്. അപ്പൊ ആ കഥാഘടന അനുസരിച്ച് സ്ത്രീകൾക്ക് മാത്രമോ പുരുഷന്മാർക്ക് മാത്രമോ ഒരുമിച്ചോ എങ്ങനെ വേണമെങ്കിലും അവതരിപ്പിക്കാനുള്ള അവസരം സാൻസ്കൃതിക ഡ്രാമയിൽ ഉണ്ടായിരുന്നു. ഡെസ്പൈറ്റ്സ് ഇറ്റ്സ് മെനി യുണീക് ക്യാരക്ടറിസ്റ്റിക്സ്, അതിന്റെ പല സ്വഭാവങ്ങൾ, ഡെസ്പൈറ്റ്സ് ഇറ്റ്സ് മെനി യുണീക് ക്യാരക്ടറിസ്റ്റിക്സ്, അതിന്റെ എന്താണ് അതിന്റെ തനതായിട്ടുള്ള പല സ്വഭാവങ്ങളെയും കൂടാതെ തനതായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് സ്വഭാവങ്ങൾ ഡെസ്പൈറ്റ് കൂടാതെ, ഡെസ്പൈറ്റ്സ് ഇറ്റ്സ് മെനി യുണീക് ക്യാരക്ടറിസ്റ്റിക്സ്, അതിന്റെ തനതായിട്ടുള്ള പല സ്വഭാവങ്ങളും കൂടാതെ, ദ മേജർ ഡ്രോബാക്ക് ഓഫ് സാൻസ്ക്രിറ്റ് ഡ്രാമ, സാൻസ്ക്രിറ്റ് ഡ്രാമയുടെ പ്രധാനപ്പെട്ടതായ ഡ്രോബാക്ക് എന്ന് പറയുന്നത് എന്താണ്? സംസ്കൃത ഡ്രാമയുടെ പ്രധാനപ്പെട്ടതായ എന്താണ് നെഗറ്റീവ് പോയിന്റ് അല്ലെങ്കിൽ ഡ്രോബാക്ക്, അതിന്റെ ഡ്രോബാക്ക് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് ലിംഗ്വിസ്റ്റിക് ബാരിയർ, അതിന്റെ ഭാഷാപരമായിട്ടുള്ളതായ ആ തടസ്സം, as well as the strict adherence to the rules of dramaturgy that did not leave much space for individual imagination. അപ്പോൾ സംസ്കൃത ഡ്രാമയ്ക്ക് രണ്ട് പ്രശ്നങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ അതിന്റെ ഭാഷാപരമായ പ്രശ്നം. അപ്പൊ നമ്മൾ ആദ്യം പഠിച്ചല്ലേ, എന്താണ് സംസ്കൃറ്റും പ്രാകൃത ഭാഷകളും ഉപയോഗിക്കും. അപ്പൊ അത് ജാതി അനുസരിച്ച് അത് ഉപയോഗിക്കുന്നത് എല്ലാവരെയും അത് കണ്ട് മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ സംസ്കൃത ഡ്രാമയെ മാറ്റി തീർത്തു. പിന്നെ എന്തോന്നായിരുന്നു? അതോടൊപ്പം തന്നെ സ്ട്രിക്റ്റ് അഡ്ഹറൻസ് ടു ദ റൂൾസ് ഓഫ്, അത് ഡ്രമറ്റർജി എന്നതായ എന്ന നിയമങ്ങളോട്, ഡ്രമാറ്റർജിയുടെ നിയമങ്ങൾ അത് ശക്തമായി പാലിച്ചിരുന്നു. അപ്പൊ സാൻസ്കൃത ഡ്രാമ എന്തിന്റെ നിയമങ്ങളാണ് പാലിച്ചിരുന്നത്? ഡ്രാമാറ്റർജിയുടെ നിയമങ്ങൾ ശക്തമായി പാലിച്ചിരുന്നു. അപ്പൊ അങ്ങനെ പാലിച്ചതുകൊണ്ട് എന്താ സംഭവിച്ചത്? ദാറ്റ് ഡിഡ് നോട്ട് ലീവ് മച്ച് സ്പേസ് ഫോർ ഇൻഡിവിജ്വൽ ഇമാജിനേഷൻ. അപ്പൊ അങ്ങനെ ഡ്രാമാറ്റർജിയുടെ നിയമങ്ങൾ പറയുന്നത് അനുസരിച്ചുകൊണ്ട് നാടകങ്ങൾ എഴുതപ്പെട്ടത് കൊണ്ട് ഡിഡ് നോട്ട് ലീവ് മച്ച് സ്പേസ് ഫോർ ഇൻഡിവിജ്വൽ ഇമാജിനേഷൻ, എന്താണ് വ്യക്തിപരമായ സങ്കല്പങ്ങൾക്ക്. അപ്പോൾ ഒരു വ്യക്തിക്ക് സങ്കല്പിച്ചൊക്കെ ഒരുപാട് അങ്ങ് എഴുതാനൊന്നും സംസ്കൃത ഡ്രാമയിൽ പറ്റത്തില്ല. കാരണം എന്താണ്? ഡ്രമാറ്റർജി നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് മാത്രമേ സംസ്കൃത ഡ്രാമ എഴുതപ്പെടാവൂ. അപ്പൊ ഡ്രമാറ്റർജി നിയമത്തിൽ എന്താ പറയുന്നത്? did not leave much space for individual imaginations and experiments with the genre. അപ്പോ എന്തൊക്കെ പാടില്ല? അതിന്റെ എന്താണ് ജോൺട്രയിൽ, അതിന്റെ എന്താണ് ജോൺട്രയിൽ എന്ത് ചെയ്യാൻ പാടില്ല? എക്സ്പെരിമെന്റ്സ് പാടില്ല. ജോൺട്ര എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ശൈലിയില്. അപ്പൊ അതിന്റെ ശൈലിയിൽ എന്ത് കൊടുത്തരുത്? അപ്പൊ ഡ്രാമയ്ക്ക് എഴുതുന്നതിന് ഒരു ശൈലിയുണ്ട്. ആ ശൈലിയിൽ ധാരാളം എന്ത് ചെയ്യരുത്? പരീക്ഷണങ്ങൾ ചെയ്യരുത്. അപ്പോൾ എഴുതേണ്ടതായ ശൈലിയിൽ തന്നെ എഴുതണം. അതിലെന്ത് ചെയ്യരുത്? അതില് എന്താണ് പരീക്ഷണങ്ങൾ നടത്തരുത്. അതൊരു കാര്യം. രണ്ടാമത്തെ എന്താണ്? ഇൻഡിവിജ്വൽ വ്യക്തിപരമായ സങ്കല്പങ്ങൾക്കും ധാരാളം വ്യക്തിപരമായ സങ്കല്പങ്ങൾക്കും പ്രാധാന്യം കൊടുത്തിരുന്നില്ല. അപ്പൊ ഇതെല്ലാം കൊണ്ട് എന്ത് ചെയ്തിരുന്നു? ഇതൊക്കെയായിരുന്നു സംസ്കൃത ഡ്രാമയ്ക്ക് ഉണ്ടായിരുന്നതായ കുറവുകൾ. അപ്പൊ ലിംഗ്വിസ്റ്റിക് ബാരിയർ, പിന്നെ നമ്മൾ പഠിച്ചതായ ഈ ഡ്രമറ്റർജിയുടെ നിയമങ്ങളോട് ചേർന്ന് നിൽക്കുന്നത്. ഡ്രമറ്റർജിയുടെ നിയമം അനുസരിച്ച് വ്യക്തിപരമായ സങ്കല്പങ്ങൾക്ക് ധാരാളം പ്രാധാന്യം കൊടുത്തില്ല. അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ ജോൺറയ്ക്ക് അതിന്റെ അതിന്റെ ശൈലിയിലും ധാരാളം പരിശീലനങ്ങൾ നടത്താനായിട്ട് പാടില്ല എന്നുള്ളതായിരുന്നു ഡ്രമറ്റർജിയിൽ പറഞ്ഞിരുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് കണ്ടിന്യൂ. ഓക്കെ, where have we reached? Okay, so despite its many unique characteristics, its failure to transition into popular art because of the decline of, അപ്പം അത് നമ്മൾ പഠിച്ചല്ലോ. അപ്പൊ ഇമാജിനേഷനും ആ കാര്യങ്ങളൊക്കെ പഠിച്ചു. അത് കഴിഞ്ഞ അടുത്ത പോർഷൻ, ഇറ്റ്സ് ഫെയില്യൂർ, അതിന്റെ പരാജയം എങ്ങനെയാണ്? ടു ട്രാൻസിഷൻ ഇൻറ്റു പോപ്പുലർ ആർട്ട്. അപ്പം
എന്താണ് ഒരു പോപ്പുലർ ആർട്ട് ആയിട്ട് അതെന്ത് ചെയ്തില്ല, അത് മാറ്റപ്പെട്ടില്ല. എന്തുകൊണ്ടാണ്? ബിക്കോസ് അതിന് പ്രധാന കാരണം ഡിക്ലൈൻ ഓഫ് സാൻസ്ക്രിറ്റ് ആസ് എ ലിവിങ് ലാംഗ്വേജ്. അപ്പം ഈ സംസ്കൃത ഭാഷയ്ക്ക് എന്ത് പറ്റി? പണ്ടത്തെ പോലെ എന്തുണ്ടായില്ല? സംസ്കൃത ഭാഷയ്ക്ക് പണ്ടത്തെ പോലെ ഉള്ളതായ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ഭാഷയായിട്ട് സംസ്കൃതം നിലനിന്നില്ല. സംസ്കൃതം എന്ത് ചെയ്തു പോയി? കുറച്ച് ആളുകൾ മാത്രം ഉപയോഗിക്കുന്ന ഒരു ഭാഷയായിട്ട് ഇപ്പൊ ഇന്നത്തെ കാലത്തും എന്ത് ചെയ്യുന്നില്ല, അധികം പേര് സംസ്കൃത ഭാഷയിൽ സംസാരിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു, അപ്പൊ എല്ലാവരും സംസാരിക്കുന്ന ഭാഷയിലുള്ള നാടകമായിരിക്കും എല്ലാവരിലും എത്തപ്പെടുന്നത്. അപ്പൊ അതും സാൻസ്ക്രിറ്റ് ഡ്രാമ ഡിക്ലൈൻ ആയി പോകുന്നതിന് അത് ഒത്തിരിയേറെ എഴുതപ്പെട്ട് ഒത്തിരിയേറെ അത് ഉയർന്ന രീതിയിലേക്ക് എത്തപ്പെടാതിരിക്കുന്നതിന് ഇത് കാരണമായി തീർന്നു. അപ്പം ഇറ്റ്സ് ഫെയിലിയർ ടു ട്രാൻസിഷൻ ഇൻ ടു പോപ്പുലർ ആർട്ട്. അപ്പം ഒരു പ്രധാന കഥയായിട്ട് ഒരു പ്രധാന കലയായിട്ട് ഇതാണ് സംസ്കൃത ഭാഷയ്ക്ക് എത്തപ്പെടാൻ കഴിയാത്തതിന് കാരണം എന്തെന്നാണ്? ഡിക്ലൈൻ ഓഫ് സാൻസ്ക്രിറ്റ് ആസ് എ ലിവിങ് ലാംഗ്വേജ്. ഒരു ജീവനുള്ള ഭാഷയായിട്ട് സംസ്കൃത ഭാഷയ്ക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല? നിൽക്കാനായിട്ട് കഴിഞ്ഞില്ല. ലെഡ് ടു ദ ഗ്രാജുവൽ ഡിസ്ഇൻട്രസ്റ്റ് ഇൻ സാൻസ്ക്രിറ്റ് വർക്ക്. അപ്പൊ എഴുത്തുകാർ എഴുതുമ്പോൾ എന്താണ് അവർ ആഗ്രഹിക്കുന്നത്? അവരുടെ കൃതികൾ പരമാവധി ആളുകൾ വായിക്കണം എന്നല്ല അവർ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? അവർ അങ്ങനെ സംസ്കൃത ഭാഷയിൽ എഴുതുമ്പോൾ എന്ത് ചെയ്യുന്നില്ല? അധികം ആൾക്കാർക്ക് വായിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് എഴുത്തുകാരും സംസ്കൃത ഭാഷയിലേക്ക് എഴുതുന്നതിന് തയ്യാറായില്ല. ഇതൊക്കെ എക്സാമിന് എഴുതിക്കൊള്ളാം. ഹവർ എന്നിരുന്നാലും സാൻസ്ക്രിറ്റ് പ്ലേസ് ആർ സ്റ്റിൽ ബീയിങ് റിട്ടൺ ആൻഡ് പെർഫോംഡ് ഇൻ ഇന്ത്യ. എന്നിരുന്നാൽ പോലും എന്താണ്? സംസ്കൃത ഭാഷയിൽ ഇന്നും ചില എഴുത്തുകാർ എഴുതുന്നുണ്ട്. ആരൊക്കെയാണ്? സച്ചസ് മൻമോഹൻ ആചാര്യ. മൻമോഹൻ ആചാര്യ എന്നൊരു എഴുത്തുകാരന് ഇന്നും സംസ്കൃത ഭാഷയിൽ എഴുതുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ചില കൃതികളാണ് അർജുന പ്രതിജ്ഞ, ശ്രീത കമലം, പാഠ പല്ലവം, ദിവ്യ ജയദേവം, പിങ്കാല മൃത്യു, സ്ഥിതാ പ്രജ്ഞ, തന്ത്ര മഹാശക്തി, പൂർവ ശാകുന്തളം, ഉത്തര ശാകുന്തളം ആൻഡ് രാവണ, മറ്റൊരു എഴുത്തുകാരനാണ് വിദ്യാധർ ശാസ്ത്രി, പുരാണാനന്ദം, കാളിദായിന്യം ആൻഡ് ദുർബലബല ആൻഡ് പ്രഫുല്ല കുമാർ മിശ്ര. അദ്ദേഹത്തിന്റെ ചിത്രാംഗത ആൻഡ് കരുണ. ദേ ആർ എ ലിവിങ് ടെസ്റ്റിമോണി ടു ദ എൻട്രൻസ് ഓഫ് ദ ജോൺറ. അപ്പൊ ഇതൊക്കെ ഇന്ന് ജീവിക്കുന്ന ഒരു സാക്ഷ്യങ്ങളാണ് എന്തിന്റെ? ഈ ജോൺറ, ഈ ഈ കഥ നിലനിൽക്കുന്നതിന്റെ ഒരു സാക്ഷ്യങ്ങളാണ്. ജോൺറ എന്ന് പറഞ്ഞാൽ ഈ ശൈലി നിലനിൽക്കുന്നതിന്റെ ഒരു സാക്ഷ്യങ്ങളാണ്. സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചർ മേ ഹാവ് ഫെയിൽഡ് ടു ബിക്കം പോപ്പുലർ ലിറ്ററേച്ചർ. സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചർ മേ ഹാവ് ഫെയിൽഡ് ടു ബിക്കം പോപ്പുലർ. അപ്പൊ ഇതൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും എക്സാമിന്. ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ വരാം. അപ്പൊ വൈ സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചർ didn't become a popular literature. അപ്പൊ Sanskrit literature may have failed to become popular literature. ഒരു പോപ്പുലർ ലിറ്ററേച്ചർ ആയിട്ട് സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചർ എത്തപ്പെടുന്നതിന് പരാജയപ്പെട്ടിരിക്കാം. പക്ഷേ ഇറ്റ് ഈസ് സ്റ്റിൽ സ്റ്റഡീഡ് ഇൻ അക്കാഡമി. എങ്കിലും ഇത് അക്കാഡമിക് സർക്കിളിൽ നിന്നും പഠിക്കുന്നുണ്ട്. ആൻഡ് എന്നിട്ട് സീൻ ആസ് ആൻ ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ഓഫ് ഇന്ത്യൻ കൾച്ചർ ആൻഡ് ട്രഡീഷൻ. ഇന്നും നമ്മൾ സംസ്കൃത ഡ്രാമ എങ്ങനെയാണ് കാണുന്നത്? ഭാരതീയ സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ഒരു പ്രധാന ഘടകമായിട്ട് എന്തിനെ കാണുകയാണ്? സംസ്കൃത ഭാഷയെ കാണുകയാണ്. ലെറ്റ് us look at the classical Sanskrit dramatists of ancient times. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ക്ലാസിക്കൽ സാൻസ്ക്രിറ്റ് ഡ്രാമാറ്റിസ്റ്റ്. അപ്പൊ ക്ലാസിക്കൽ ആയിട്ടുള്ള സാൻസ്ക്രിറ്റ് ഡ്രാമാറ്റിസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ അടുത്ത ഭാഗത്തിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ക്ലാസിക്കൽ സാൻസ്ക്രിറ്റ് പ്ലേ റൈറ്റ്സ്. അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് ബുക്സ് നന്നായിട്ട് വായിക്കുക. Okay.